ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീടുപറമ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കുറുവ ആദികടലയിലാണ്. ഹങ്കേഴ്സ് ഫുഡ് ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ ഇതിൽ ഒരുവിധം ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഇവിടെ നല്ല കച്ചവടം നടക്കുന്ന ഒരു ഷോപ്പും കാര്യങ്ങളാണ്, റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വാടകയ്ക്ക് റൂം റെൻറ്റിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയും നല്ല കച്ചവടം നടക്കുന്ന ഇതെന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും. അപ്പോൾ വിഷയം വേറെ ഒന്നുമല്ല, ഇതിൽ ഇത്രയും നാളും ഒരു നല്ല 2 കുക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ സൗദിയിൽ വിസ കിട്ടിയപ്പം അവരങ്ങോട്ട് പോയി. ഓക്കെ, സ്വാഭാവികമാണല്ലോ, നല്ല സാലറിക്ക് ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പോകും. അപ്പോൾ അങ്ങനെ പോയപ്പം സ്വാഭാവികമായിട്ട് പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം മാറി. അപ്പോൾ കച്ചവടം കുറച്ച് കുറഞ്ഞു. പക്ഷേ ഇവിടെ അവരുള്ള സമയത്ത് ഇവിടെ കച്ചവടം എങ്ങനെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർസൽ ഒരുപാട് സ്ഥലത്തേക്ക് ഇവിടുന്ന് പാർസൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നല്ല ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റൂമും കാര്യങ്ങളെല്ലാം കാണിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ നിൽക്കുന്ന ഈ കുറുവ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ റെസ്റ്റോറൻ്റ് ഒന്നുണ്ടല്ലോ, ഈ റെസ്റ്റോറൻ്റ് അടുത്തൊന്നും വേറെ ഒരു റെസ്റ്റോറൻ്റ് ഇല്ല. അത് ഒരു പ്ലസ് പോയിൻറ്റ്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു 5-8 റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടിലേക്ക് ഫുഡ് ഓർഡർ പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ കുക്ക് 2 കുക്കുകൾ അവർക്ക് മറ്റേ ഇത് കിട്ടിയപ്പോൾ വിസ കിട്ടിയപ്പോൾ അവർ സൗദിയിലേക്ക് പോയി. അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം ഡൗൺ ആയത്. ഡൗൺ ആയപ്പോൾ പിന്നെ ഇതിൻ്റെ ചിലവെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഇതിൻ്റെ ഓണർ ഇത് തൽക്കാലത്തേക്ക് പൂട്ടി വെച്ചത്. അപ്പോൾ ഇനി ഒരു നല്ലൊരു കുക്കിനെ കിട്ടുന്നത് വരെ ഇത് തുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. കഴിഞ്ഞ 2 മാസം വരെ ഇതിൽ വർക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കാം, കാരണം അയാൾക്ക് സൗദിയിൽ ബിസിനസ് ഉണ്ട്, വേറെ ആമക്കളൊന്നും ഇല്ല. പിന്നെ അവരെ വൈഫിനാണെങ്കിൽ ഇത് നോക്കി നടത്തി ബിസിനസ്സൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ നമുക്ക് 3 നിലയായിട്ട് നമുക്ക് റൂമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റൂമൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കിതാ ഗസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് റൂം റെൻറ്റിനെല്ലാം കൊടുക്കാൻ പറ്റും. കേട്ടോ, അടിപൊളി റൂമാണ്. അതിലൊരു ബാത്റൂം, എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് വീഡിയോ കാണിക്കുന്നത്, കാരണം വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല. കാരണം റൂമുകളെല്ലാം ഏകദേശം ഒരുപോലത്തെ വലുപ്പമാണ്, എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്, വിരോധമൊന്നും തോന്നരുത്. അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പിച്ച് കഴിഞ്ഞാൽ കാണുന്ന ആസ്വാദകർക്ക് അതൊരു വെറുതെ ഒരു ഇറിറ്റേഷൻ പോലെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് കാണിക്കുന്നത്. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഇതിലിപ്പം ഫസ്റ്റ് നിലയിൽ ഒരു 7 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ മുകളിലും അതുപോലെ തന്നെ 7 അതിൻ്റെ മുകളിലും 7 ഒരു 3 നില. താഴത്തെ റെസ്റ്റോറൻറ്റ് കൂടാണ്ട് നമുക്കൊരു ടോട്ടൽ 3 നിലയിലായിട്ട് ഇതുപോലെ 7 ബെഡ്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത നിലയിലുള്ള ഡീറ്റെയിൽ കാണുന്നതാണ് കടലായി അമ്പലം കേട്ടോ. കടലായി ക്ഷേത്രമാണത്, ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ എന്നും കച്ചവടം നടക്കുന്ന ഒരു ഇതാണ്. നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിൽ വർക്കും നടക്കും, അതുപോലെ തന്നെ മുകളിൽ നമുക്ക് റൂം വാടക കൊടുക്കാനും പറ്റും. രണ്ടും നടക്കും. നല്ല നീറ്റ്, എന്ത് നീറ്റാണ്, നല്ല കാണാൻ നല്ല നീറ്റുണ്ട്. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്ന വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാഗ് അടിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം എല്ലാ റൂമും ഏകദേശം ഒരേ ഡിസൈനാണ്, എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമുക്കിനി 3ാമത്തെ നിലയിലോട്ട് പോകാം. ഇതാണ് 3ാമത്തെ നില. ഇവിടെയും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം പകരം കോമൺ ആയിട്ട് 2 ബാത്റൂമാണ്. പിന്നെ ഒരു 7 ബെഡ്റൂം, നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ റൂമിൻ്റെ ടോപ്പിലെ റൂം. ഈ ഒരു ലെവലിലാണ് കേട്ടോ. ഇതിന് കോമൺ ആയിട്ട് 2 ബാത്റൂം സെപ്പറേറ്റ്. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഫുൾ ടൈം ബസ് ഓടുന്ന ഒരു റൂട്ടാണ് കേട്ടോ. ആദികടലായി റൂട്ട്, കുറുവ റൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കണ്ണൂർ ആശുപത്രി നിർത്തുന്ന ഒരുപാട് ബസ്സുകളുള്ള ഒരു ഏരിയയും കൂടിയാണിത്. പിന്നെ നിങ്ങൾ ഇവിടെ മെനു എല്ലാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്നത് അതെല്ലാം ഇതിന് മെയിനാണ്. ഇതിൻ്റെ അടുത്തൊന്നും എവിടെയും നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇല്ല എന്നുള്ളതാണ് പ്ലസ് പോയിന്റ്. പിന്നെ ചിരണ്ടി കാര്യങ്ങൾ, നമ്മളെ ചെത്തൈസ്, നമ്മളെ കണ്ണൂർ ഭാഷയിൽ ചെത്തൈസ് എന്ന് പറയും, ചിരണ്ടി അതുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മൊബൈൽ ഷോപ്പ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അതിനുള്ള എല്ലാത്തിനുള്ള സെറ്റപ്പ്. പിന്നെ ഒരു ഹാള്, പാർട്ടി ഹാളുണ്ട്. പാർട്ടി ഹാളിൽ ഞാൻ കാണിച്ചു തരാം. പാർട്ടി ഹാൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എല്ലാം കൂടി അടങ്ങുന്ന ഒരു വൻ സംഭവമാണ്. മുമ്പ് ഇത് ഹോസ്പിറ്റൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആക്കണമെങ്കിൽ ഇത് മൊത്തത്തിൽ മാറ്റി ഹോസ്പിറ്റൽ വേണമെങ്കിൽ അങ്ങനെയാക്കാം. ഇതിപ്പം നിലവിൽ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു സെറ്റപ്പിലാണുള്ളത്. അപ്പം നല്ലൊരു കുക്കിനെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പാർസൽ മേടിച്ച് കൊണ്ടുപോക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യം ഇതിപ്പോൾ എൻ്റെ വാക്കെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളിപ്പം വിചാരിക്കുമല്ലോ ഒരു വ്ളോഗർക്ക് ഇങ്ങനെ എന്തെങ്കിലും തട്ടി വിടാലോ, അതല്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കച്ചവടം നടന്ന ഒരു ഏരിയ. കാരണം ഈ ഒരു ഏരിയയിൽ വേറെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇല്ല. പിന്നെ ഇതിൻ്റെ തൊട്ട താഴെയാണ് ഇത് 500 മീറ്റർ, വെറും 500 മീറ്റർ അപ്പുറം
8 റിസോർട്ട് വരുന്നുണ്ട്. ആ റിസോർട്ടിലേക്ക് ഭക്ഷണം എളുപ്പത്തിൽ വാങ്ങി കൊണ്ടുപോകാൻ പറ്റുന്നത് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാർട്ടി ഹാള്. അപ്പോൾ ഇതിൽ നമുക്ക് നോമ്പ് പറയാൻ കാര്യങ്ങളിലൊക്കെ നടക്കും. ആ റിസോർട്ട് വെച്ചിട്ട് മാത്രം തന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. മാസം ഒരു 35,000-40,000 രൂപ കച്ചവടം നടക്കുന്ന ഒരു ഇതാണ്. പിന്നെ പോരാത്തതിന് മുകളിൽ 3 നില 2 നില മുകളിൽ ഇത് നമുക്ക് താമസിക്കാനുള്ള സെറ്റപ്പ്, റെൻറ്റിന് റൂം കൊടുക്കുന്നുണ്ട്, അതും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൊത്തത്തിലുള്ളൊരു സംഭവമാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ ഇടുന്നുണ്ട്. പുള്ളിക്കാർ സൗദിയിലാണ്, നാട്ടിലെ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ വൈഫിൻ്റെ നമ്പറും കൊടുക്കുക. നിങ്ങൾ അതിൽ നേരിട്ട് വിളിച്ചോ. ഇടനിലക്കാരോ ബ്രോക്കറോ ഒന്നുമില്ല. അതാണല്ലോ വീടും പറമ്പും ചാനലിൻ്റെ ഒരു പ്രത്യേകത. വേറെ ഇതിനകത്ത് ആരും ഇൻവോൾവ് അല്ല, ഡയറക്റ്റ് ഓണർ. അയാൾ ഇവിടെ സെൻറ്റിന് മാത്രം 9 ലക്ഷമായിട്ട് നടക്കുന്നുണ്ട്. കാരണം കടലായി അമ്പലത്തിൻ്റെ തൊട്ട ഫ്രണ്ടിലാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 2 പള്ളിയുണ്ട് തൊട്ടടുത്ത് തന്നെ, മദ്രസ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ എല്ലാം കൂടിയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു സെൻറ്ററാണിത്. തന്നെയാണ് തൊട്ടപ്പുറം ഓട്ടോ സ്റ്റാൻഡ്, മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഇഷ്ടം പോലെ ഫുൾ ടൈം ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ടും മനസ്സിലാകാത്ത ആൾക്കാർ ഈ സെൻറ്ററിലേക്ക് വരാം. ആദികടലായി അമ്പലത്തിന് തൊട്ടടുത്താണ്. അപ്പോൾ പേര് മറക്കണ്ട, ഹങ്കർ, ഹോട്ടൽ ഹങ്കർ. ഓക്കെ, അപ്പോൾ വീടും പറമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഉടനടി കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു, ബൈ ബൈ.